warahmatullahi wabarakatuh. A'udzu bikalimatillahi tammati min kulli syaitanin wa hamma wa min kulli 'ainin lamah. Bismillah ma syaa Allah kan. Wala hawla wala quwwata illa billahil aliyyil azim. Wala hawla wala quwwata illa billahil aliyyil azim. Wala hawla wala quwwata illa billahil aliyyil azim. Allahumma shalli ala sayyidina Muhammad wa ala ali sayyidina Maulana Muhammad. സമാദരണീയരായ യോഗാധ്യക്ഷൻ, ബഹുമാന്യരായ ഉലമാക്കളെ, ഉമറാക്കളെ, സംഘടനാ നേതൃപദവിയിലിരിക്കുന്ന നേതാക്കൾ, പ്രവർത്തകർ, കൂടാതെ ഇവിടെ സംബന്ധിച്ച മാന്യ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും സദുദ്ദേശങ്ങൾ നിറവേറ്റിത്തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രഗത്ഭരായ ആലിമീങ്ങളുടെ മർക്കസിലെ മുടിവാദവുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗത്തിലാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ ബാക്കി നിൽക്കുന്നത് കേവലം ഞാനുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രചാരം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് ഇതുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ മർക്കസ് ട്രാവലോഗാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അത് സംബന്ധമായിട്ട് ആദ്യമായൊരു കാര്യം നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം സംബന്ധമായ വിവാദമാണ് നടക്കുന്നത് എന്നറിഞ്ഞപ്പോ സിറാജിലും അതിന് തൊട്ടു മുമ്പ് തേജസ്സിലുമൊക്കെ ഉണ്ടായ ലേഖനങ്ങൾ വായിക്കുകയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടായ സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒന്ന് തീർക്കാമല്ലോ എന്ന ആഗ്രഹം വല്ലാതെ എന്റെ മനസ്സിലുണ്ടാവുകയും ചെയ്തു. ഉടൻ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്നതിനേക്കാളും സുഖം അതിന് ഏറ്റവും നല്ല അനുയോജ്യമായ രീതി സ്വീകരിച്ചുകൊണ്ട് സാക്ഷാൽ മർക്കസിൽ തന്നെ പോയാൽ അതല്ലേ നല്ലത് എന്ന് എനിക്ക് തോന്നുകയും തലടിസ്ഥാനത്തിൽ എന്റെ പ്രിയങ്കരായ ഒരു സഖാഫി സുഹൃത്തും മറ്റൊരു വിഭാഗത്തിന്റെ പ്രവർത്തകന്റെയും കൂടെ കഴിഞ്ഞ 10-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് മർക്കസിലെത്തുകയുണ്ടായി. ഞങ്ങളവിടെ വന്ന് കയറുന്ന സമയത്ത് തന്നെ നല്ല സ്വീകരണവും കാര്യമൊക്കെയായിരുന്നു. ഹനീഫ സഖാഫി എന്ന ഒരു സഹോദരൻ ഞങ്ങളുടെ അരികിലേക്ക് വളരെ ഹാർദപൂർവ്വം ഞങ്ങളെ സ്വാഗതം ചെയ്ത് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോയത് ഉസ്താദിന്റെ ബുഖാരി ദർസ് നടക്കുന്നുണ്ട്, അതിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും അങ്ങോട്ട് ആനയിക്കപ്പെട്ടു. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് എല്ലാവരും അവിടെ പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുകയാണ്. ബുഖാരി ദർസ് കഴിഞ്ഞ് സമാപന പ്രാർത്ഥനയിലാണ്. സമാപന പ്രാർത്ഥനയിൽ സംബന്ധിച്ച് ഏറി വന്നാൽ 5-8 മിനിറ്റ് മാത്രം. ഇതിനെയാണ് ഞാൻ ബുഖാരി ദർസിൽ പങ്കെടുത്തു, ഉസ്താദിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടാണ് ഹുദൈ പുറത്തേക്ക് ഇറങ്ങിയത് എന്ന വിവാദം ഇത് സംബന്ധമായിട്ടാണ് പുറത്തേക്ക് വന്നത്. 5-8 മിനിറ്റ് അവിടെ നിന്ന് ഞങ്ങൾ താഴോട്ടിറങ്ങി. താഴെ കാന്തപുരത്തിന്റെ സ്വീകരണ മുറിയിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. ആ സമയത്ത് അല്പസമയം അവിടെ ഇരുന്നു. കാന്തപുരം അങ്ങോട്ട് കരഞ്ഞു വരികയുണ്ടായി. ഒരുപാട് പേര് അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു, കൂട്ടത്തിൽ ഞങ്ങളും. ഞങ്ങളുടെ ആവശ്യം എന്താണ് എന്നുള്ളത്, ഞങ്ങളുടെ ആഗമനോദ്ദേശ്യം എന്താണ് എന്നുള്ളത് ദൂതൻ ഹനീഫ സഖാഫി മുഖേന കാന്തപുരത്തോട് അറിയിക്കുകയുണ്ടായി. അപ്പൊ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം. ഒരൊറ്റ റൂമിൽ തന്നെ അദ്ദേഹം അപ്പുറത്ത് ഒരു സോഫ സെറ്റിൽ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ ഇപ്പുറത്തും കുറച്ച് അകലത്തിലായി. ആ റൂമിന്റെ 2 അറ്റങ്ങളിലാണെന്ന് കരുതിയാൽ മതി. അപ്പൊ ഞങ്ങളോട് ഞങ്ങളുടെ ആവശ്യം ഉന്നയിക്കപ്പെട്ടപ്പോ സ്വാഭാവികമായിട്ടും ഹുദവിയാണ് എന്നുള്ളത് വ്യക്തമായും അവിടെ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നു, ഈ വിവാദമൊക്കെ നടക്കുന്നത് കൊണ്ട് ഹുദവിയാണെന്നുള്ളത് പറയണോ എന്നുള്ളൊരു ചോദ്യം എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചിരുന്നു. അപ്പൊ അവർ പ്രത്യേകിച്ച് ഇദ്ദേഹം ഒരു ഹുദവിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തി. അപ്പൊ പറഞ്ഞു, അതിനെന്താ പ്രശ്നം, എല്ലാവർക്കും വരാവുന്ന ഒരു സ്ഥാപനമാണല്ലോ മർക്കസ് എന്ന്. അപ്പൊ അവിടെ ഇരുന്നു. ഞങ്ങൾ രണ്ടാമത്തെ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നത് വരവ് ഔദ്യോഗികമാണോ എന്നതായിരുന്നു. സ്വാഭാവികമായിട്ട് ഞാനൊരു ഹുദവി വഹാബി ഉസ്താദ് ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഉസ്താദിന്റെ പേരിലുള്ള വിവാദം നന്നായിട്ട് കത്തിപ്പുകയും ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഹുദവിയും വഹാബി ഉസ്താദ് എന്നുള്ള ബന്ധം ഉണ്ടാകുമ്പോൾ എന്റെ പേര് അവിടെ
ശ്രദ്ധിക്കപ്പെടുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വളരെ അനൌദ്യോഗികമാണ്. എന്റെ പോക്ക് ഒരിക്കലും ഔദ്യോഗികമല്ല. രണ്ട് സുഹൃത്തുക്കളോടുകൂടെ ഞങ്ങൾ മൂവരും വളരെ അനൌദ്യോഗികമായിട്ടാണ് അങ്ങോട്ട് പോയത് എന്നുള്ള കാര്യം അറിയിച്ചപ്പോ അദ്ദേഹം ചോദിച്ചു, ഔദ്യോഗികമല്ലെങ്കിൽ പിന്നെ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന്. അപ്പൊ ഔദ്യോഗികമല്ലെങ്കിൽ പിന്നെ കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് മറുപടി ഞങ്ങളുടെ അടുക്കലേക്ക് ദൂതൻ മുഖേന വന്നപ്പോ എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് അവിടുന്ന് കെഞ്ചി, എന്നാലും കാണിച്ചു തന്നാൽ കൊള്ളാമായിരുന്നല്ലോ എന്ന്. അപ്പൊ ഹനീഫ് സഖാഫ് വീണ്ടും കാന്തപുരത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള വല്ല ചാൻസ് ഉണ്ടാവോ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോ എന്നാൽ ആയിക്കോട്ടെ, നോക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് മറുപടിയും കിട്ടി. അപ്പൊ ഞങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. എന്റെ സുഹൃത്തിന്റെ അടുക്കൽ നല്ല പ്രൊഫഷണൽ ക്യാമറ ഉണ്ടായിരുന്നു, എന്റെ അടുക്കൽ മൊബൈൽ ക്യാമറ ഉണ്ട്. പക്ഷെ നമ്മളിത് അതിനായിട്ട് ഒരുങ്ങി വന്നതല്ല. ഇതിന്റെ നിജസ്ഥിതി, വിവാദം പുറത്തു പുകയുന്ന സമയത്ത് നേരിട്ട് കണ്ടാൽ കൊള്ളാമായിരുന്നു. എന്റെ പോക്ക് ഔദ്യോഗികമേ അല്ല, സമസ്ത വിട്ടതല്ല, അതുപോലെ ബഹാദുസ്ത നേരിട്ട് പറഞ്ഞതുമല്ല, അനൌദ്യോഗികമാണ്. പക്ഷെ എന്റെ പോക്കിനെ സംബന്ധിച്ച് തന്നെ അറിയാമായിരുന്നു, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ മറുപടി ഇല്ലെന്ന് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണല്ലോ. ഞങ്ങൾക്ക് കിട്ടിയ മറുപടി എന്തായാലും കാണിച്ചു തരുമെന്നുള്ള ആ ഒരു മറുപടിയാണ്. ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നതിനിടയിൽ ഞങ്ങൾക്കുണ്ടായത്, പെട്ടെന്ന് റൂമിലുള്ള എല്ലാവരോടും കാന്തപുരം പുറത്തേക്ക് പോകാൻ വേണ്ടി പറയുന്നതായി കണ്ടു. പിന്നെ അവിടെ 3-4 തന്റെ ഹുദാമികളായ സഖാഫിമാർ മാത്രമുണ്ട്, കൂടെ ഞങ്ങൾ 3 പേരും. എന്നിട്ട് റൂമെല്ലാം അടവാണ്, വേറെ ആരുമില്ല. ആ 4 പേരും ഞങ്ങൾ 3 പേരും കാന്തപുരത്തിന്റെ അരികിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ തന്നെ എനിക്കിങ്ങനെ ചുറ്റുപാട് നിരീക്ഷിച്ചപ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ. ഇതാണ് ഫേസ്ബുക്കിലൂടെയും ഇമെയിലിലൂടെയും യൂട്യൂബിലൂടെയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങളവിടെ ഇരിക്കുന്ന സമയത്ത് വളരെ എന്താ പറയാ, ആസൂത്രിതമായ രീതിയിൽ അവിടുന്ന് ഒളിക്യാമറ കൊണ്ട് ദൃശ്യം പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ക്യാമറയും ഒളിക്യാമറയും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രമാത്രം വിവാദമാക്കേണ്ട കാര്യമില്ലല്ലോ ഈ വിഷയം. അനൗദ്യോഗികമായ ഒരു സന്ദർശനമാണ് താനും. ഏതായാലും ഞങ്ങൾ അതിന് കാത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം ബാക്കിൽ ഇങ്ങനെ ഒരു ഫ്രെയിം ചെയ്ത ഫലകവുമായിട്ട് വരുന്നത് കണ്ടു. അതാണ് പിന്നെ നിങ്ങൾ പത്രങ്ങളുടെയും ഇപ്പോഴത്തെ സത്യധാരയിലൂടെയൊക്കെ കാണാൻ വേണ്ടി പോകുന്ന ചിത്രം. നെറ്റിലൂടെയും ബ്ലോഗിലൂടെയും ഈ ചിത്രം നന്നായി പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ ആവശ്യം അദ്ദേഹത്തോട് കൃത്യമായിട്ട് പറഞ്ഞതാണ്. അതായത് രണ്ടാമത്തെ മുടിയും അതിന്റെ സനദും കണ്ടാൽ കൊള്ളാമായിരുന്നു എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങളെ വിളിച്ചിട്ട് ഉദവി ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ മുന്നിലേക്ക് അദ്ദേഹം എണീറ്റ് നിന്നുകൊണ്ട് ആ സനദ് എന്ന് പറഞ്ഞുകൊണ്ട്, സനദ് വായിക്കുന്നത് കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വായന ആരംഭിച്ചു. സനദ് മൂയെ മുബാറക് എന്ന ഉറുദു ശീർഷകത്തിലായിരുന്നു ആ ഫ്രെയിം ചെയ്ത ഫലകം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അതിൽ വായിക്കുന്നത് ആകെ ഇത്രയേ ഉള്ളൂ. അത് കാണുമ്പോൾ തന്നെ എന്റെ മനസ്സിലുണ്ട്, ഇത് രണ്ടാമത്തേതിൻ്റെതല്ലല്ലോ. കാരണം രണ്ടാമത്തേത് CD-യിൽ വളരെ വ്യക്തമായി വലിയ സനദിന്റെ കോപ്പിയായി നമ്മളൊക്കെ കണ്ടതാണല്ലോ. അപ്പൊ തന്നെ മനസ്സിൽ സംശയമുണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹം വായിച്ച് കഴിയുന്നത് വരെ ക്ഷമാപൂർവ്വം കേട്ടിരുന്നു. അതിൽ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഡൽഹിയിലെ ബറക്കാത്തി സാദാത്യങ്ങൾ വളരെ അത്യാദരവോടുകൂടെ സൂക്ഷിച്ചു വരുന്ന ആ മുടി, അതിനെ ഷേഖ് അബൂബക്കറിനെ കൈമാറ്റം ചെയ്യുന്നു എന്നുള്ള ഒരു കൈമാറ്റ സർട്ടിഫിക്കറ്റ് മാത്രമാണ്. അതിന്റെ വലതുവശത്ത് അടിയിലായി 3 പേര് പേരിട്ടുണ്ട്. പിന്നെ 2-3 സീലും അതിൽ കാണിക്കുന്നുണ്ട്. ഇത്രമാത്രമാണ് ആ സനദ് എന്ന് പറയപ്പെട്ടതിൽ ഉള്ളൂ. പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ് എന്ന് എനിക്ക് ഉറപ്പാണ്. വായന കഴിഞ്ഞ പാടെ കാന്തപുരം എന്നോട് പറഞ്ഞു, ഇതിന്റെയൊക്കെ വിശദമായ സനദ് എന്റെ കൈവശമുണ്ട് കേട്ടോ എന്ന്. അപ്പൊ ഇവിടെ ഞാൻ ആ സംശയത്തിന് മറ്റൊന്നും നിന്നില്ല. ആ പറഞ്ഞത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ അനൗദ്യോഗികമായ പോക്കല്ല, എല്ലാവരും വിട്ടതുമല്ലല്ലോ. സൗഹൃദപരമായിട്ടുള്ള ഒരു സന്ദർശനമാണ് താനും. പക്ഷെ എനിക്ക് മനസ്സിലാക്കേണ്ടത് ഞാനിങ്ങനെ എന്റെ മനസ്സിലിങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഉടൻ തന്നെ ഒരു സഖാഫി സഹോദരൻ മുന്നോട്ട് വന്ന് ഉസ്താദിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഉസ്താദിനോട് പറയുന്നുണ്ടായിരുന്നു, പിന്നെ രണ്ടാമത്തേതിന്റെ സനദ് എന്ന്. കാരണം ഞങ്ങൾ ആവശ്യപ്പെട്ടത് രണ്ടാമത്തേതാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രണ്ടാമത്തെ സനദ് ഇവിടെ വായിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിലാർക്ക് സംശയമുണ്ടോ? അതൊക്കെ വളരെ വ്യക്തമല്ലേ? ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ CD-യിൽ അത് കാണാൻ കഴിയുന്നുമുണ്ടല്ലോ, CD അവൈലബിൾ ആണല്ലോ എന്ന് പറഞ്ഞു. ഇത്രയുമായപ്പോൾ പിന്നെ രണ്ടാമത്തതുമായി അല്ലെങ്കിൽ രണ്ടാമത്തേതിന്റെ ആവശ്യം ഉന്നയിച്ചെന്ന ഞങ്ങൾക്ക് ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലുള്ള മറുപടിയാണ് കിട്ടിയത് എന്നുള്ളത് വ്യക്തമാണ്. ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നല്ല തിരക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവസാനമായൊരു വാക്ക് എന്നിലേക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഹിദായത്തുള്ളവർ അംഗീകരിക്കും, അല്ലാത്തവർക്ക് പോകാം, കുഫർ വരണ്ടല്ലോ എന്ന് വിചാരിച്ച് വായിച്ചതാ. ഇത്രയുമാണ് അവിടെ സംഭവിച്ചത്. ഇത് സംഭവിച്ചതിൽ
CD വ്യക്തമായിട്ട് കയറ്റിക്കൊള്ള സമയം കളയണ്ട. CD കയറ്റുന്നാണ് പറയുന്നത്. അപ്പോ ഇത്രയാണ് സംഭവിച്ചത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ ആകെ ഞങ്ങളോട് പറഞ്ഞല്ലോ റൂമിന്റെ ഉള്ളിൽ ഇത്ര പേരേ ഉള്ളൂ. പക്ഷെ ഈ വിഷയം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒരു ഫർലോങ് പോലും ഞങ്ങൾ മുന്നോട്ട് പോന്നിട്ടില്ല. ആ സമയമായപ്പോഴേക്കും എന്നെ ഹസൻ സഖാഫി പൂക്കോട്ടൂർ, ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്നിവർ വിളിക്കാൻ തുടങ്ങി. ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. എന്താ വിളിക്കുന്നതെന്ന് ചോദിച്ചു. നിങ്ങളെപ്പറ്റി ഒരു മെസ്സേജ് കണ്ടല്ലോ, SSF നെറ്റ്, സുന്നി ഓൺലൈൻ, സുന്നി ലൈൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആബിദ് ഹുദവി 1-ാം ഷാറെ മുബാറക്കിന്റെ സനദും തേടി മർക്കസിലെത്തി. അൽഹംദുലില്ലാ അദ്ദേഹം അത് അംഗീകരിച്ചു. ഉസ്താദ് കാണിച്ചു കൊടുത്തു. അല്ലാഹു അക്ബർ. ഈ മെസ്സേജ് കണ്ട് ഉസ്താദ് അമീർ ഫൈസിയും വിളിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഹസൻ സഖാഫി എന്നെ വിളിക്കുന്നത് കണ്ടപ്പോ സുബ്ഹാനല്ലാഹ് ഇതാകെ വിഷയമായല്ലോ. ഞാനെവിടെയും പറഞ്ഞ മറ്റൊന്നായിട്ടില്ല. അപ്പൊ നോക്കുമ്പോൾ ഇതാണ് SMS വഴി ഇതിന്റെ ആരംഭം ഉണ്ടാകുന്നത്. ഈ SMS പിന്നീട് നോക്കുമ്പോൾ അത് ഇമെയിലിലേക്ക് പകർന്നു. അത് പിന്നീട് യൂട്യൂബിലേക്ക് കയറി. ഈ സാധനം യൂട്യൂബിലേക്ക് കയറി. അത് പിന്നെ ഫേസ്ബുക്കിലേക്ക് എത്തി. ഇന്ന് ഇന്റർനെറ്റും അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജിയും ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോ ഈ ഫോണ് ഇൻഷാ അല്ലാ നാളെ പുലർച്ചെ ഞാൻ സൗദിയിലേക്ക് പോകുന്നതുകൊണ്ട് ഇതുകൊണ്ട് പോകാൻ ആരും വിചാരിക്കരുത്. ഏതായാലും 2 മാസം കഴിഞ്ഞിട്ട് വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഈ സെക്കൻഡ് വരെയും ഫോണിലെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ കോളുകളെ കൊണ്ട് പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭീഷണികളും പലതുമുണ്ട്. പക്ഷെ ഇത്രയാണ് സംഭവം ഉണ്ടായിട്ടുള്ളൂ. വളരെ നിയതമായി അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി പോയതാണ്. ആ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ ഉണ്ടായത്. ഇതിൽ കൂടുതലായി നിങ്ങൾ എന്തെങ്കിലും അറിയുകയും ബ്ലോഗുകൾ വഴി, നെറ്റ് വഴി, ഇമെയിൽ വഴി, SMS വഴി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞത് മാത്രമാണ് സത്യം. അത് ഞാൻ തന്നെയാണ് പറയുന്നത്. അതിൽ പരിപൂർണമായിട്ടും ആ വിഷയം നിങ്ങളോട് പറയേണ്ട ആളും ഞാൻ തന്നെയാണല്ലോ എന്നുള്ള ആ ഒരു എന്റെ ഭാഗത്തിൽ നിന്നുള്ള പരിപൂർണ സത്യം ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖ വർസുഖ്ന ഇത്തിബാഅ വഅരിനൽ ബാതില ബാതില വർസുഖ്ന ഇജ്തിനാബ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിരിയുന്നതിന് മുമ്പ് ഒരു 10 സ്വലാത്ത് ചൊല്ലി നമ്മളിന്ന് മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാൻ ഇപ്പോ 2 പേരുടെ മരണവിവരം അറിയിച്ചിരുന്നു. അതുപോലെ നമ്മുടെ മന്ദിരായ ഉസ്താദുമാർ, നേതാക്കന്മാർ എല്ലാവരും. അതുകൊണ്ട് 10 സ്വലാത്ത് ചൊല്ലി ആദ്യമായിട്ട് കാസിം ഉസ്താദ് ദ്വാരക്കും. ബിഹഖ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു തജൽ ഇസ്മുൻ ദഖീമി لا يصلي وسا